ഹലോ, കുട്ടൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് വളരെ മുരിങ്ങയ്ക്ക തോരൻ വെക്കാൻ പോവാം. മുരിങ്ങയ്ക്ക നല്ല ഇളം മുരിങ്ങയ്ക്ക തോരൻ വെക്കാൻ പോവാം. മുരിങ്ങയ്ക്കയും സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇവിടെ തോരൻ വെക്കാൻ. അതിനകത്ത് ശകല ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടൊന്ന് ഒത്തിരി വേവിക്കരുത്. ഒന്ന് വേവിച്ചിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ച് ഇടാം. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് ശകലം വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരാവ് വെള്ളുമ്പോഴത്തേക്ക് വേവും. നല്ല കുരുന്ന മുരിങ്ങയ്ക്ക് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കാം, അതൊന്ന് ആവി വരട്ടെ. ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി രസം ഉണ്ടാക്കണം. രസം കൂടെ ഉണ്ടാക്കാം. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്കായി ഉള്ളിയും വെന്തിട്ടുണ്ട്. അത് അതിന് പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ ജീരകവും കൂടെ ചതച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. നല്ല ഇളം മുരിങ്ങയ്ക്ക ഇങ്ങനെ തോരൻ വെക്കാൻ നല്ലതാണ്. എല്ലാവരും വെക്കുന്നതാണ്. വെച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. അതെല്ലാവരും പഠിപ്പിക്കുകയൊന്നുമല്ല, നമ്മൾ ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ തോരൻ വെക്കാം. ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ജെല്ല് ചിരണ്ടി എടുത്ത് തോരൻ വെക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങ എല്ലാം ഒന്ന് ചതച്ച് ഇനി ഇതിനകത്ത് കടുക് വറുത്ത് ചേർക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തൊന്ന് ചേർക്കാം. മുരിങ്ങയ്ക്ക കടുക് വറുക്കാൻ ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ പൊട്ടി. ഇതിനിടയ്ക്ക് ഞാൻ ആരിഷ് കടുക് തുറന്ന് കൊടുക്കാൻ ഓടിപ്പോയതാണ്. കടുക് പൊട്ടി ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുത്ത് കറിവേപ്പില കൂടെ ഇടാം. ഇട്ട് ആരിഷ് വന്ന് ചിരിക്കുന്നത് അതിനിപ്പോഴാണ് വന്നത്. ചോറ് തരാം. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആരിഷ് വന്ന ഉടനെ ഒരു ചോറ് വേണം. റെഡിയായോ എന്ന് ചോദിച്ചാണ് വരുന്നത്. അവൻ വരുന്നതിന് മുമ്പ് ചേട്ടനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചതാണ്.
അപ്പോൾ ഇത് ഉള്ളിയും കറിവേപ്പിലയും എല്ലാം മൂത്തിട്ടുണ്ട്. അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല തോരന, ഇതൊന്ന് വെച്ച് നോക്കണം. ഞാനിനി തോരന് കടുക് വറുത്തിട്ട് ഇനി ഞാൻ ഇച്ചിരി രസം വെക്കാൻ പോവാം. രസം കൂടെ വെക്കാൻ പോവാം. കടുക് ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് ഉലുവയും കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും ഇച്ചിരി എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇതിട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തത്. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂക്കാം. അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് റെഡിയാവട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിനകത്ത് ശകലം മുളക് പൊടി ഇടുന്നുള്ളൂ. അത്രയും മതി. ഒരു തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞ് അതങ്ങ് ഒത്തിരി അരിയൊന്നും വേണ്ട. അതിങ്ങനെ കിടക്കണം. ഒത്തിരി അങ്ങ് അലിഞ്ഞ് പോകരുത്. അങ്ങനത്തെ ഒരു രസമല്ല ഇത്. തക്കാളിക്ക ഇങ്ങനെ അതിൻ്റെ ഒരു നിറവായിട്ട് ഇങ്ങനെ കിടക്കണം. ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ തക്കാളിക്ക ഇങ്ങനെ കിടക്കണം. തക്കാളിക്ക വെന്തങ്ങ് ഉടഞ്ഞ് ചേരരുത്. ഇങ്ങനെ കിടക്കണം. ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കുരുമുളക് പൊടി അതിന് കൂടുതലിടുന്നത്. പച്ചമുളകൊക്കെ ഈ 2 എണ്ണം ഇട്ടുള്ളൂ. മുളക് പൊടി അധികം ഇട്ടിട്ടില്ല. ഞാൻ നേരത്തെ രസമാണ് കണ്ടത്. അങ്ങനെയൊക്കെ നമുക്കറിയത്തില്ലല്ലോ. കായം ഇട്ട് കൊടുത്ത് അത് നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. കായം ഇട്ട് കൊടുത്ത് രസം റെഡി ആയിട്ടുണ്ട്. തിളച്ചോട്ടെ, ഒന്ന് തിളച്ചോട്ടെ. രസം തിളച്ച് വരുന്നുണ്ട്. എന്താണ് തിളച്ചിട്ട് ഒത്തിരി തിളച്ചങ്ങ് മറിയണ്ട. എന്താ അങ്ങനെ മാറ്റുന്നത്?
ഇതാ മല്ലിയില കൂടെ ഇടുക. ഉണ്ടോ, രസത്തിന് മല്ലിയില കൂടെ ഇട്ട് അടച്ചു വെക്കണം. രസമില്ല ഇവിടെ മല്ലിയില എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് മല്ലിയില എന്ന് പറയുന്നത്. രസത്തിന് മല്ലിയിലയാണല്ലോ വേണ്ടിയത്. ശരി, ഇനി അടുത്ത വീഡിയോ കാണാം.